ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് നമ്മുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിന് ഉത്തരമുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് അതോടൊപ്പം ഒരു 5 തരം കണ്ണീരിനെ കുറിച്ച് ചിന്തിക്കാം. കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിന് ഉത്തരമുണ്ട്, ഉണ്ടാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് എടുക്കാവുന്ന ഒരു വചനഭാഗം പ്രഭാഷകൻ 35, 18, 19. ഇതുപോലെ തന്നെ മറ്റ് 2 വചനഭാഗങ്ങൾ കൂടി നമ്മൾ എടുക്കുകയാണ്. അങ്ങേയറ്റം നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് കർത്താവ് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ 3 വചനങ്ങളിലും നമ്മൾ കാണുക. പ്രഭാഷകൻ 35-ന്റെ 18, 19 വചനങ്ങൾ. തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കണ്ണീര് കവിളിലൂടെ ഒഴുകില്ലേ? അങ്ങനെ ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു വിധവയെ ആരെങ്കിലും പീഡിപ്പിച്ചാൽ ആ വിധവ അവൾ കരയും, അവളുടെ കവിളിലൂടെ കണ്ണീരൊഴുകും. അപ്പോൾ എനിക്കത് കാണാതിരിക്കാൻ പറ്റുമോ? ആ വിധവ കരഞ്ഞ് നിലവിളിച്ചാൽ, നീതിക്ക് വേണ്ടി നിലവിളിച്ചാൽ എനിക്കത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നിയമാവർത്തനം 15, 19 മുതൽ വായിക്കുമ്പോൾ വീണ്ടും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ദരിദ്രനോട് ആരെങ്കിലും നിഷ്കരുണം പെരുമാറിയാൽ, കരുണയില്ലാതെ ഒരു ദരിദ്രനോട് പെരുമാറിയാൽ അവൻ എന്നോട് നിലവിളിക്കും. അപ്പോൾ ആ നിലവിളി എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് സുഭാഷിതങ്ങൾ 28-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വചനം എടുത്താൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദരിദ്രന്റെ നേരെ മുഖം തിരിച്ചു കളയുന്നവന് ശാപത്തിൻ്റെ മേൽ ശാപം. ദരിദ്രരോട് ദയ കാണിക്കുന്നവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും. മുഖം തിരിച്ചു കളഞ്ഞാൽ ശാപത്തിൻ്റെ മേൽ ശാപം. നമ്മൾ സുഭാഷിതങ്ങൾ 27-ഉം 28-ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു സന്ദേശമാണത്. 3-മതൊരു വചനം കൂടിയുണ്ട്, പ്രഭാഷകൻ 4-ന്റെ 6. പ്രഭാഷകൻ 4-ന്റെ 6 ഏതാണ്ട് ഇതേ ടോണിൽ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സഹായം നിരസിക്കപ്പെട്ട ദരിദ്രൻ ശപിച്ചാൽ അത് നിനക്ക് ഏൽക്കും. വരെ സഹായം അർഹിക്കുന്ന ഒരു ദരിദ്രൻ നമ്മുടെ മുമ്പിൽ സഹായത്തിനായി കൈനീട്ടി, നമ്മളത് നമുക്ക് സഹായിക്കാമായിരുന്നിട്ട് നിരസിച്ചാൽ അവൻ ശപിക്കാം. അങ്ങനെ ശപിച്ചാൽ അത് ഏൽക്കും. ഏൽക്കാത്ത ചില ശാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രഭാഷകൻ 21-ന്റെ 27. പ്രതിയോഗി അവൻ അകാരണമായിട്ട് നിന്നെ ശപിച്ചാൽ നിനക്ക് ഏൽക്കില്ല, അത് അവൻ്റെ തന്നെ തലയിൽ വിനയായി വീഴും എന്നുള്ളത് ഈ വചനഭാഗം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏൽക്കുന്ന ശാപവും ഏൽക്കാത്ത ശാപവും ഉണ്ട്. വേർതിരിച്ച് കാണാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് പീഡിപ്പിക്കപ്പെടുന്നവരുടെ കണ്ണീരിന് ഉത്തരമുണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. 2-മത്തെ കാര്യം, പ്രാർത്ഥനയിൽ ഒഴുകുന്ന കണ്ണീർ. ഇത് ആദ്യത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ണീരാണ്. പ്രാർത്ഥനയിൽ ഒഴുകുന്ന കണ്ണീർ. ജോയൽ 2-ാം അധ്യായം 12 മുതൽ വായിച്ചാൽ, ഇനിയെങ്കിലും കണ്ണീരോടും വിലാപത്തോടും കൂടെ നിങ്ങൾ എൻ്റെ പക്കലേക്ക് തിരിയുക, എന്നെ വിളിച്ചപേക്ഷിക്കുക. പ്രാർത്ഥനയിൽ ഒഴുകുന്ന കണ്ണീര്. ഇനി അതിൻ്റെ ഫലമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് കണ്ണീരോടെ. ഇസ്രായേൽ ജനമാണേലും കണ്ണീരോടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്കായി പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. 1 സാമുവേൽ 1-ന്റെ 10. കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഹന്നായെ കാണാൻ പറ്റും. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. നെഹേമിയ 1-ന്റെ 4 എടുത്താൽ, ഏതാനും ദിവസങ്ങൾ നിലത്ത് കുത്തിയിരുന്ന് കരയുന്ന നെഹേമിയ പ്രവാചകനെ കാണാൻ പറ്റും. എന്തായിരുന്നു റിസൾട്ട്? രാജാവിനെ വിളിച്ചിട്ട് അവൻ ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുത്തു. നീ എന്തുകൊണ്ടാണ് നിന്റെ മുഖം വാടിയിരിക്കുന്നത്? കാരണം പറഞ്ഞപ്പോൾ അത് പരിഹരിക്കാനുള്ള എല്ലാ പെർമിഷനും സമ്പത്തും അവന് നൽകുന്നത് കാണാൻ പറ്റും. തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, തോബിത്ത് ദുഃഖഭാരത്താൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. അവനൊരുപാട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യം ഇതെല്ലാം വന്നു. ദുഃഖഭാരത്താൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന തോബിത്തിനെ അവിടെ കാണാൻ പറ്റും. ജോയൽ 2-ന്റെ 17 പറഞ്ഞിട്ടുണ്ട്, പുരോഹിതന്മാരെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ആകാശത്തിനും ഭൂമിക്കും മധ്യേ കൈകൾ വിരിച്ചു പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുക. ജനത്തിനു വേണ്ടി, ലോകത്തിൻ്റെ ആ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ. ഇതെല്ലാം നമ്മൾ കാണുന്നത് പ്രാർത്ഥനയിൽ ഒഴുകുന്ന കണ്ണീരിനെ കുറിച്ചാണ്. അതിന് ഉത്തരമുണ്ട് എന്നുള്ളത് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. 3-മത്തെ തരം കണ്ണീരാണ് മരണത്തിൻ്റെ നിഴലിൽ നാം ഒഴുക്കുന്ന കണ്ണീർ. ചില ബൈബിൾ കഥാപാത്രങ്ങളെ കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 18, 31. മരണം മുന്നിൽ കണ്ട യഹോഷാഫാത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അവനെ ദൈവം രക്ഷിക്കുന്നതായിട്ട് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ 38, 1 മുതൽ വായിക്കുമ്പോൾ, ഹെസക്കിയ മരിക്കും എന്ന് അവന് സന്ദേശം കിട്ടിയതാണ്.
യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം കൊടുത്തൊരു സന്ദേശം, ഈ രോഗത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് വരത്തില്ല, നീ മരിക്കും. അവന് കട്ടിലെ കിടന്ന് ഭിത്തിയിലേക്ക് നോക്കി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. യെശയ്യാ കോമ്പൗണ്ട് വിട്ട് പോകുന്നതിന് മുമ്പ് അവന് കർത്താവിൻ്റെ നിർദ്ദേശം ഉണ്ടായി, പോയി പറയുക അവൻ്റെ ആയുസ് 15 വർഷം കൂട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന്. ആ കണ്ണീരോടെയുള്ള പ്രാർത്ഥനയുടെ ഫലം. 4ാമത്തെ ടൈപ്പ് കണ്ണീരാണ് കഷ്ടതയിൽ ഒഴുകുന്ന കണ്ണീർ. നമ്മൾ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, അധ്വാനഭാരം, ആ സമയത്തൊക്കെ കണ്ണീരൊഴുകാം. സങ്കീർത്തനം 126:5 കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യും. ജെറമ്യാ 31:9 കണ്ണീരോടെയാണ് അവർ എൻ്റെ പക്കലേക്ക് വരിക, ഞാൻ ആ കണ്ണീർ തുടച്ച് അവർക്ക് ആശ്വാസമരുളും. യോഹന്നാൻ 16:20 മുതൽ വായിക്കുമ്പോൾ, പക്ഷേ പ്രസവ വേദനയിൽ ഒരു സ്ത്രീ കണ്ണീരൊഴുക്കിയേക്കാം, പക്ഷേ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ അതിനെ കാണുമ്പോൾ അവൾ സന്തോഷം കൊണ്ട് നിറയുന്നു. ഇവിടെയെല്ലാം നമ്മൾ കാണുക കഷ്ടപ്പാടിൻ്റെ, അധ്വാനഭാരത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒഴുക്കുന്ന കണ്ണീരിനും ഉത്തരമുണ്ട്. അവസാനത്തേതാണ് ദൈവം കുപ്പിയിൽ ശേഖരിക്കുന്ന കണ്ണീര്. ഇതറിയാൻ സങ്കീർത്തനം 56 8ാമത്തെ വചനം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവരുടെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിക്കും. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുകയും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ കണ്ണീര് കുപ്പിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ ഈ 5 തരം കണ്ണീരിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴെല്ലാമാണ് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ടത്, അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയവരെ പോലെ ഇനി മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചന ശ്രവണം നടത്തിയ നമുക്കിനി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, മറ്റാർക്കെല്ലാം വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ അവരെല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.